കേരളത്തിലെ കോൺഗ്രസ് രണ്ടല്ല ഒന്ന് മാത്രം കൽപ്പിച്ചാണ് അത് തെരഞ്ഞെടുപ്പ് വിജയം. അതിനുള്ള കൊടിയേറ്റമാണ് കഴിഞ്ഞ ദിവസം KPCCയുടെ ആസ്ഥാനത്ത് പുതിയ 5 അംഗ ടീമിന്റെ ചുമതലയേൽക്കലിലൂടെ സംഭവിച്ചിരിക്കുന്നത്. നേതാക്കളും അണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ഇലക്ഷൻ മാസ്റ്റേഴ്സ് ടീം എന്ന് വിളിക്കാവുന്ന ഒരു സംഘം. KPCC അധ്യക്ഷനായി പേരാവൂർ MLA സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായി വടകര MP ഷാഫി പറമ്പിൽ, കുണ്ടറ MLA PC വിഷ്ണുനാഥ്, വണ്ടൂർ MLA AP അനിൽകുമാർ എന്നിവരും UDF കൺവീനറായി ആറ്റിങ്ങൽ MP അടൂർ പ്രകാശുമാണ് ചുമതല ഏറ്റെടുത്തത്. ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന വിളിപ്പേരാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളത്. ആ പ്രതിപക്ഷ നേതാവിന് ഒത്ത ഒരു സംഘടനാ ടീമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എന്താണ് ഈ ടീമിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇവരുടെ പ്രവൃത്തി പരിചയം തന്നെയാണത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തുക എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കൃത്യമായി പറഞ്ഞാൽ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. 2011 അധികാരത്തിലേറി 5 വർഷം പൂർത്തിയാക്കിയെങ്കിലും അന്ന് കേരള നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി CPM ആയിരുന്നു. 2006, 2011, 2016, 2021 വർഷങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ചിത്രം ഇതുതന്നെയായിരുന്നു. ഒരു വർഷത്തിനപ്പുറം സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അധികാരത്തിലെത്തുന്നതിൽ കുറഞ്ഞതൊന്നും പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. 10 വർഷം തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്നത് ചെറിയ ക്ഷീണമൊന്നുമല്ല പാർട്ടിക്കുണ്ടാക്കിയിട്ടുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പുതിയ നേതൃത്വമായിരിക്കും പാർട്ടിയെ സജ്ജമാക്കുക. പുതിയ നേതൃത്വത്തിലെ ഓരോരുത്തരെയും പരിശോധിച്ചാലും ഇലക്ഷൻ വിക്ടറി ഒരു ശീലമാക്കിയവരാണവർ. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ കടന്നുകയറി വിജയിക്കാനുള്ള ഫോർമുല കൈവശമുള്ളവരെ പാർട്ടി തലപ്പത്തിരുത്തിയതും അധികാരത്തിൽ തിരിച്ചെത്തുകയെന്ന ഏക ലക്ഷ്യത്തോടെയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 3 തവണയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. 2011, 2016, 2021 വർഷങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. 2011 കന്നി അംഗത്തിൽ പരാജയപ്പെടുത്തിയതാകട്ടെ CPMന്റെ ജനകീയ മുഖമായ അന്നത്തെ സിറ്റിംഗ് MLA KK ശൈലജയെ. പിന്നീട് നടന്ന 2 തിരഞ്ഞെടുപ്പുകളിലും ശക്തമായ മത്സരത്തിനൊടുവിൽ പേരാവൂറുകാർ സണ്ണി ജോസഫിനെ കൈവിട്ടില്ല. വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ മിന്നും താരമാണ്. 2011 CPMന്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ച് നിയമസഭയിലെത്തി. 2016 2021 വിജയം ആവർത്തിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ വടകര ലോക്സഭാ മണ്ഡലത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച CPM സ്ഥാനാർത്ഥിയെ 1 ലക്ഷത്തിനപ്പുറം വോട്ടിനാണ് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത്. PC വിഷ്ണുനാഥ് ചെങ്ങന്നൂരിൽ 2006 CPMന്റെ സജി ചെറിയാനെ തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിലേക്ക്. 2011 വീണ്ടും അതേ മണ്ഡലത്തിൽ നിന്ന് MLA ആയി. 2016 KK രാമചന്ദ്രനോട് പരാജയപ്പെട്ടെങ്കിലും 2021 കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് CPM സിറ്റിംഗ് സീറ്റ് പിടിച്ചുവാങ്ങി വീണ്ടും നിയമസഭയിലേക്ക് എത്തിയ ചരിത്രമാണ് വിഷ്ണുനാഥിന്റേത്. വണ്ടൂർ MLA AP അനിൽകുമാറും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ നേതാവാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് ആകട്ടെ CPM ശക്തി കേന്ദ്രങ്ങളിൽ പോയി മത്സരിച്ച് മണ്ഡലം സ്വന്തം കുത്തകയാക്കുന്നയാളാണ്. പത്തനംതിട്ട കോന്നി മണ്ഡലത്തിന്റെ പര്യായമായി മാറിയ നേതാവായിരുന്നു അടൂർ പ്രകാശ്. ഇതേ മോഡൽ തന്നെയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലും അടൂർ പ്രകാശ് ആവർത്തിച്ചത്. 2024 CPM ജില്ലാ സെക്രട്ടറി VS ജോയിയെ ശക്തമായ മത്സരത്തിനൊടുവിലാണ് അടൂർ പ്രകാശ് പരാജയപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങിയ ഈ നേതാക്കൾ തലപ്പത്ത് തന്ത്രങ്ങൾ മെനയുമ്പോൾ അത് പാർട്ടിയെ കേരളത്തിൽ അധികാരത്തിലെ തിരികെ എത്തിക്കുമെന്ന പ്രതീക്ഷയാണ് സാധാരണ പ്രവർത്തകരും വെച്ചു പുലർത്തുന്നത്. പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വീകരിച്ച ഒരേ ഒരു മാനദണ്ഡം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മികവ് കാണിച്ചവരും ഒപ്പം സാമുദായിക സമവാക്യങ്ങളുടെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുന്ന ഫോർമുലയുമായിരിക്കണം എന്നത് മാത്രമാണ്. 2004 PP തങ്കച്ചന് ശേഷം ആദ്യമായി ക്രൈസ്തവ സഭയിൽ നിന്നുള്ള ഒരാൾ പാർട്ടിയുടെ അമരത്തെത്തിയെന്നതാണ് സണ്ണി ജോസഫിന്റെ സ്ഥാനാരോഹണം കൊണ്ടുണ്ടായത്. തങ്കച്ചന് മുമ്പ് 1987, 92 കാലഘട്ടങ്ങളിൽ AK ആന്റണിയാണ് KPCC പ്രസിഡന്റായിരുന്ന ക്രൈസ്തവ നേതാവ്.